പോസ്റ്ററിൽ കൈ ഉയർത്തി ചിരിച്ചു നിൽക്കുന്ന സ്ഥാനാർത്ഥി. പോസ്റ്ററിന്റെ താഴ്ഭാഗത്ത് കൈപ്പത്തി, ചുറ്റിക, അരിവാൾ നക്ഷത്രം, കോണി, കുട, കണ്ണട തുടങ്ങി പ്രമുഖ മുന്നണികളുടെയും പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും അടക്കമുള്ള ചിഹ്നങ്ങൾ. ഒരു വാർഡിൽ മാത്രമല്ല, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഈ പോസ്റ്റർ കാണാം. ഈ അടുത്ത കാലത്ത് പാരഡി ഗാനങ്ങൾ പാടി സോഷ്യൽ മീഡിയയിൽ വൈറലായ അരീക്കോട് കാരിപ്പറമ്പ് സ്വദേശി അഫ്ലു എന്ന യുവാവാണ് തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ പാടി നൽകുക എന്ന ഉദ്ദേശത്തോടെ ഇത്തരമൊരു പോസ്റ്റർ പ്രചരണം നടത്തുന്നത്. നാടാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ്. സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. ഞങ്ങളും CTVയും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ തിരക്കിലാണ് വ്യത്യസ്തമായ ഒരു പോസ്റ്റർ കണ്ടത്. വിവിധ സ്ഥാനാർത്ഥികളുടെ ചിഹ്നങ്ങൾ ഉൾപ്പെട്ട ഒരു പോസ്റ്ററാണ്. കൈപ്പത്തിയുണ്ട്, അരിവാൾ ചുറ്റികയുണ്ട്, കോണിയുണ്ട്, കണ്ണടയുണ്ട്, കുടയുണ്ട്. ഇങ്ങനെ വിവിധ പാർട്ടികൾ അല്ലെങ്കിൽ വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളെല്ലാം ചിഹ്നങ്ങളുള്ള ഒരു പോസ്റ്ററാണ് കണ്ടത്. വികസന ഗായകൻ അഫ്ലുവിനെ അതത് മുന്നണികൾ അവരുടേതായ ചിഹ്നത്തിൽ വിലപ്പെട്ട പാട്ടുകൾ നൽകി വിജയിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇത്തരം ഒരു പോസ്റ്റർ എങ്ങനെ വന്നു, അതുവഴി തെരഞ്ഞെടുപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു പോസ്റ്റർ എങ്ങനെ വന്നു എന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ അതിന്റെ പിന്നണി പ്രവർത്തകരെ കൂടി നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പാട്ടുകാരനാണ്. തന്റെ തെരഞ്ഞെടുപ്പ് പാട്ടുകൾ ആവശ്യമുള്ളവർ വിളിക്കുക എന്ന ഉദ്ദേശത്തോടെ ഇങ്ങനെ ഒരു പോസ്റ്റർ വെച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെ നമുക്ക് ഇപ്പോൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് പന്നിക്കോട് വെച്ചിട്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ പോസ്റ്റർ എങ്ങനെ കണ്ടു? അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു പോസ്റ്റർ വെക്കാനുള്ള സാഹചര്യം? അല്ല, ഇത് നമ്മൾ ഇലക്ഷൻ സീസൺ ആണല്ലോ. അപ്പോൾ ഇലക്ഷൻ സീസണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്നതിന് സഹായകമാകും എന്നൊരു തരത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പോസ്റ്റർ ചെയ്തത്. അത് നല്ല ഒരു കോമഡി തരത്തിൽ നമ്മൾ ചെയ്തതാണ്. അത് എല്ലാ മുക്കിലും മൂലയിലും നമ്മൾ ഇതേപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പോസ്റ്റർ കണ്ടിട്ട് ഇങ്ങനെ വിളി വരുന്നുണ്ടോ സ്ഥാനാർത്ഥിയുടെ മുന്നണിയുടെ? ഒരുപാട് വിളി വരുന്നുണ്ട്. മാത്രമല്ല, ഇവിടുന്ന് ഒട്ടിച്ചിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ അവിടുന്ന് ആളുകൾ കണ്ടാണ്ട് അത് ചർച്ച ചെയ്യപ്പെട്ട് ഇങ്ങോട്ട് വിളിക്കുന്ന വരെയുണ്ട്. അത് അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞത് കഴുത്തിലൊരു തോർത്തൊക്കെ കെട്ടി, ഈ തോർത്ത് കെട്ടാനുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? അത് നമ്മൾ അറ്റൻഷൻ നേടി കിട്ടുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു പരിപാടി ചെയ്തത്. ഈ തോർത്തില്ലാഞ്ഞാൽ പിന്നെ അതിനൊരു രസമില്ല. സത്യത്തിൽ കാരണം കൂടെ ഉണ്ട്. അതായത് ഈ തോർത്ത് എങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫസ്റ്റ് ഈ പാരഡിയിലേക്ക് ഇവൻ്റെ ഈ പാരഡി വർക്കിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഏതാണ് പാട്ട് ഏതേന് നമ്മൾ ചെയ്തിന്? ആ മീൻകാരൻ്റെ കഥ, അയമൂൻ്റെ കടയിൽ മജ്നുവിൻ്റെ ലൈലിനെ പറ്റിയിട്ടുള്ളൊരു പാട്ടുണ്ട് മറ്റേ പടത്തിൽ. ഏതിനാ പടം? അഭിലാഷ മൂവിലൊരു പടം. അതിൻ്റെ പാരഡി ചെയ്ത സമയത്ത് നമ്മൾ അതിനെ വരികൾ അയമൂൻ്റെ കടയിലെ പടിമേൽ കണ്ടോളി നല്ലൊരു അയില എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയിലക്കാരനായിട്ടോ അല്ലെങ്കിൽ മീൻകാരനായിട്ടോ ആദ്യം ഒരു തോളിൽ എന്തെങ്കിലും ഒരു സാധനം ഇട്ടതാണ്. ഒരു മീൻകാരനാണെന്ന് തോന്നിപ്പിക്കാനുള്ള രീതിയിൽ അവതരിപ്പിച്ചൊരു സംഭവമായിരുന്നു. പിന്നെ തോന്നി ഇത് ഇവൻ്റെ ഒരു ലോഗോ പോലെ ഇവനെ തിരിച്ചറിയുന്ന ഒരു സാധനമാക്കി മാറ്റാന്ന്. പിന്നെ അത് അവിടെ കിടന്നിട്ട് ഇറങ്ങി. കുറേ എതിരഭിപ്രായങ്ങളുണ്ട്, അത് എടുത്ത് മാറ്റിക്കൂടെ എന്നുണ്ട്. പക്ഷേ ഞങ്ങൾ അത് മാനിച്ച് ഒരു വട്ടം എടുത്ത് മാറ്റാൻ നോക്കി. റീച്ച് അങ്ങോട്ട് ഇടിഞ്ഞു. പിന്നെയും ഈ സാധനം തോളിൽ കയറിയപ്പോൾ റീച്ച് പിന്നെയും കൂടി. ഇപ്പോൾ ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ പെട്ടെന്നാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായത്. നേരത്തെ ഒക്കെ പാട്ട് പാടിയുണ്ടാവുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായുള്ള ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായത്? അല്ല, അത് ഞങ്ങൾ ഏകദേശം ഒരു 5-6 മാസം മുമ്പാണ് ഞാൻ ഒരു പക്കാ ട്രെൻഡിങ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഒരുപാട് ട്രെൻഡിങ് സോങ്ങുകൾ ഉണ്ടായിരുന്നു. ആ ട്രെൻഡിങ് സോങ്ങുകളിലൊക്കെ അതിനെ കൗണ്ട് ചെയ്തിട്ടുള്ള വരികളോടുകൂടെയാണ് നമ്മൾ പാരഡി ഗാനങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അത് പ്രേക്ഷകരെ മനസ്സിലേക്കല്ല ഇടിച്ചു കയറി. അത് ഇങ്ങനെ 3-4 മില്യൺസ് ഒക്കെ അടിച്ച ഗാനങ്ങൾ നമ്മളെ അക്കൗണ്ടിലൊക്കെ ഉണ്ട്. ഇത് ഇപ്പോൾ എഴുതുന്നതും പഠനമൊക്കെ ഞങ്ങൾ ടീം വർക്കാണ്. 4 ആളുകൾ കൂടിയിട്ടുള്ള ടീം വർക്കാണ്. ഞങ്ങൾ കൂടിയിരുന്ന് എഴുതും. എല്ലാ കാര്യങ്ങളും ഒരുമിച്ചാണ്. സോഷ്യൽ മീഡിയ നിന്നൊക്കെ വരുമാനം വരൽ തുടങ്ങിയോ? സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു വരുമാനം വരൽ തുടങ്ങിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി വരുമാനം വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ അല്ലാതെയും പുറത്ത് ഇഷ്ടംപോലെ വർക്കുകൾ വരുന്നുണ്ട്. ഇഷ്ടംപോലെ വരുന്നുണ്ട്. പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഇനിയും 2 പേരുണ്ട്. ഒരാൾ നമ്മളെ കൂടെ ഉണ്ട്, സക്കീർ ഭായ്, നമ്മളെ റിലേറ്റീവ് ആണ്. അതുപോലെ നമ്മളെ അസറു നമുക്ക് വേണ്ടിയിട്ട് നല്ല പാട്ടുകൾ എഴുതിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനും വരികൾ എഴുതാറുണ്ട്. ഞാനും ഒരു മ്യൂസീഷ്യനാണ്. നമ്മളെ സ്റ്റുഡിയോ കോഴിക്കോടാണ്. സ്റ്റുഡിയോ അമർ കാലിക്കറ്റ്. കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവൻ്റെ ഒരു ആദ്യത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യമൊക്കെ മദ്ഹ് ഗാനങ്ങളും അങ്ങനത്തെ പാട്ടുകൾ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പാട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു ആളുകൾ കണ്ടിട്ട് രസമുണ്ട്, മാഷാ അല്ലാ, അടിപൊളി കമൻ്റ് ഇട്ടിട്ട് പിന്നെ അതിനൊരു ചലനം ഇല്ല, അവിടെ നിൽക്കണം. അങ്ങനെയാണ് ഇങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ട്രെൻഡ് ആവണം ഇത്. അപ്പം നമ്മൾക്ക് ഞാനും അസറും നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഒരാലോചന വന്നതാണ്. നമ്മളിങ്ങനെ കുറേ പാട്ടുകൾ അറിയാതെ പാടിപ്പോണ ചില പാരഡികളുണ്ട്. ചില പാട്ടുകൾ കേട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് പാരഡി ഉണ്ടാവും.
അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പരീക്ഷിച്ചാലോ എന്നുള്ളത് ഇവനെ വെച്ചിട്ട്. ഞങ്ങൾക്ക് ഏതായാലും എനിക്കൊക്കെ കുറച്ച് അത്യാവശ്യം ഡിവോഷണൽ പാട്ടുകളിൽ അത്യാവശ്യം റീച്ച് ഉണ്ട്. അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ലേബലിൽ വന്നു കഴിഞ്ഞാൽ അത് അത്ര ഒരു ഇതുണ്ടാവില്ല. അസറിനാണെങ്കിലും അവനക്കും കുറച്ച് എന്താ പറയുക ഫെയിമൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവന് ആൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടില്ല. അപ്പോൾ ഇവൻ നമുക്ക് അങ്ങനെ അവതരിപ്പിച്ചാലോ എന്നുള്ളൊരു തോന്നൽ വന്ന് അങ്ങനെ നമ്മളൊരു പരീക്ഷണാർത്ഥം ചെയ്തതാണ്. അത് ആദ്യം അയ്മുൻ്റെ കടയിൽ അയില ചെയ്ത് അതിന് ശേഷം പിന്നെ ജമ്മു മേരി വാര് പറഞ്ഞ ഒരു ബലോച്ചി സോങ് ഉണ്ട്, അതിനെ പിടിച്ചിട്ട് അമ്മീമെന്ന് വാരി എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് അടിച്ച് കയറി. അതേപോലെ വേടൻ്റെ മറ്റേ കടലമ്മ കരന്നല്ല പെറ്റത് പറഞ്ഞിട്ട് കദീസുമ്മ പെരേന്നല്ല പെറ്റത് പറഞ്ഞിട്ട് അതും ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ വൈറലായല്ലോ. ഇപ്പോൾ ഇലക്ഷൻ കാലത്ത് വൈറലായ ഒരു പാട്ട് പാടിയാലോ? ബുഷ്രമോൾ 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 സിന്ദാബാദ്, ബുഷ്രമോൾ 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 സിന്ദാബാദ്. ചക്കരംകുളം വാർഡിൽ ഇന്ന് വോട്ടെടുപ്പാണ്, UDF PT ബുഷ്ര സാരഥിയാണ്. ബുഷ്രമോൾ 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 സിന്ദാബാദ്, ബുഷ്രമോൾ 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 സിന്ദാബാദ്. കാണാത്ത വികസനങ്ങൾ കൊണ്ടുവരും, ആരും കേൾക്കാനില്ലാത്തവർക്കായി പ്രവർത്തിക്കും. കാണാത്ത വികസനങ്ങൾ കൊണ്ടുവരും, ആരും കേൾക്കാനില്ലാത്തവർക്കായി പ്രവർത്തിക്കും. ഇടതര ഭരണത്തിൽ അനർത്ഥങ്ങൾ കൂടി, മാലിന്യം നിറഞ്ഞിട്ട് കൊതുകടി കൂടിയപ്പം ഡെങ്കിപ്പനി കൂടി. അതിനൊക്കെ പരിഹാരം ഞമ്മളെ മുത്തേ ആരാ, ഇവളല്ലാതാരാ ബുഷ്റാബി, അതിനൊക്കെ ഉസാറാ. നേരാം ആശംസകൾ നേരാം, നേരിനായി ഒന്നായി അണിചേരാം. ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ യുവജനോത്സവത്തിലൊക്കെ അങ്ങനെ സമ്മാനം അങ്ങനെ തോന്നിയിട്ട് അത് പെട്ടെന്ന് പാട്ടിലേക്ക് വന്ന ഒരാളാണ്? ഞാൻ ചെറുപ്പം മുതലേ ഈ ഫീൽഡിലുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ ക്ലിക്കായിട്ടില്ല എന്നുള്ളൂ. ഞാൻ കലോത്സവ വേദികളിലൊക്കെ എന്താണ് യു പി കാലൊക്കെ നല്ലവണ്ണം ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, ജില്ല വരെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ ഇവന് ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതായത് ഇവന് ശരിക്കും ഓർമ്മ വെക്കാത്ത ഒരു കാലഘട്ടത്തിലുള്ള ഇവൻ്റെ മ്യൂസിക് സെൻസിനെ കുറിച്ചിട്ട് എനിക്ക് അത്ര ധാരണ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇവനും തമ്മിൽ ഒരു 10-14 വയസ്സിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ഉണ്ട്. എൻ്റെ ചെറിയ അനിയനാണ് ഇവൻ. അപ്പോൾ ഇവന് ഒരു 2-3 വയസ്സ് മുതലേ ഒരു ശ്രുതി സെൻസ് ഇവനക്കുണ്ട്. അത് എന്താ വെച്ചാൽ ഞാൻ ഒരു ഹൈസ്കൂൾ തൊട്ടേ ഞാൻ ഹാർമോണിയം, കീബോർഡ്, ഇൻസ്ട്രുമെൻസ് ഒക്കെ പ്ലേ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു ശ്രുതി സെൻസുള്ള ഒരാളെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇവൻ ആ ഒരു കഴിവുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഇവനെ വെച്ച് പല പരീക്ഷണങ്ങളും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒക്കെ ഇവൻ നല്ല രീതിയിൽ സ്കോർ ചെയ്യും. പക്ഷേ ഇവനക്ക് അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അന്ന് കഴിവുണ്ട് ആൾക്ക്. അതേപോലെ മദ്രസയിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഒക്കെ 1-ാം ക്ലാസ് മുതൽ അത്യാവശ്യം നല്ല എന്താ പറയുക പ്രൊഫഷണൽ ടച്ചിൽ തന്നെ ഇവൻ പാടുമായിരുന്നു. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ടച്ച് വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ രണ്ടാമത് തിരിച്ച് വന്നതാണ് ഈ രീതിയിലേക്ക്. ഒരു പാട്ട് കൂടി പാടിയാലോ? ഏതൊരു വൈറലായ ഒരു പാട്ട്? കതിസുമ്മ പേരെ നല്ല പെറ്റത്, കണ്ണൂരിലെ പോരെ നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ലേ കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ. കതിസുമ്മ പേരെ നല്ല പെറ്റത്, കണ്ണൂരിലെ പോരെ നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ലേ കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ. ഉപ്പ വന്നാൽ ആടിനറുക്കും, ഉടനടി തന്നെ കണ്ടോ ഉള്ളി കൊയ്ച്ച ചോറ് മണക്കും, ലേഹം വരകിടുമോ തേങ്ങ ചിരകിടുമോ, കണ്ട വെള്ളത്തിൽ കുളിച്ചിട്ട് കൊരയാകുമോ. കതിസുമ്മ പേരെ നല്ല പെറ്റത്, കണ്ണൂരിലെ പോരെ നല്ല പെറ്റത്, കഥയില്ല കാലത്തല്ലേ കെട്ടിയത്, കാതറിന്റെ മകളാ കാതറിന്റെ. ഓക്കെ, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ വൈറലാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏതായാലും അഫ്ലു അല്ല പേര്? അതെ, അഫ്ലു സോങ് കില്ലർ എന്നുള്ള ഒരു ഐഡിയയിലാണ് ഉള്ളത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അഫ്ലുവിന് ഇനിയും ഗാനങ്ങൾ ലഭിക്കട്ടെ, പാടാൻ ആളുകൾ വിളിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. ക്യാമറാമാൻ ആദർശ് തോട്ടുമുക്കത്തിനൊപ്പം സി ഫസൽ ബാബു.